2023 ഒക്ടോബർ 7-ന് തങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി നൂറുകണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിനോടും അവരെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ ഇസ്ലാമിക സായുധ സംഘടനകളോടും ഇവർക്കെല്ലാം പിന്തുണ നൽകുന്ന ഇറാനെതിരെയുമുള്ള നിരന്തര പോരാട്ടത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ. ഇപ്പോഴിതാ നസ്രള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹസൻ നസ്രള്ളയുടെ മൃതദേഹത്തിൽ മുറിവിന്റെ പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല. ബങ്കർ ബോംബ് തുളച്ചു കയറിയതുമൂലം ഭൂഗർഭ സിമന്റ് അറയ്ക്കുള്ളിൽ ഒരു വലിയ ദ്വാരം രൂപപ്പെട്ടിരുന്നു. പിന്നീട് കയറിട്ടാണ് അറയ്ക്കുള്ളിൽ നിന്നും നസ്രള്ളയുടെ ശരീരം പുറത്തെടുത്തത്. ഒരുപക്ഷെ ബങ്കറിൽ സ്ഫോടനമുണ്ടായപ്പോൾ ചിതറി വീണ കൽക്കഷണ കൂമ്പാരത്തിനിടയിൽ നസ്രള്ളയുടെ ശരീരം അകപ്പെട്ടു പോയിരിക്കണം. എന്തായാലും ശ്വാസം മുട്ടിയുള്ള മരണമായിരുന്നു ഹിസ്ബുള്ള നേതാവിന് സംഭവിച്ചത്. ഒരുപക്ഷെ സ്ഫോടനമുണ്ടായതിനു ശേഷമുണ്ടായ വാതകം ഈ ബങ്കറിൽ നിറഞ്ഞിരിക്കാം. ഇത് വിഷവാതകമായിരിക്കാമെന്ന് കരുതുന്നു. ഇത് ശ്വസിച്ച് ശ്വാസം മുട്ടിയായിരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്തായാലും തുടക്കത്തിലുണ്ടായ സ്ഫോടനം മൂലമല്ല നസ്രള്ള കൊല്ലപ്പെട്ടത്. അത്യധികം ശ്വാസം മുട്ടി നരകിച്ചായിരിക്കണം നസ്രള്ള മരിച്ചതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ലെബനിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്തിയ ശേഷം നിരവധി ഭീകരരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി മുന്നേറുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ 500-ലേറെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇക്കാര്യം ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു. ബെയ്റൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. ബെയ്റൂട്ട് നഗരത്തിൽ തീമഴ പെയ്യ്ക്കുകയായിരുന്നു ഇസ്രായേൽ. വ്യോമാക്രമണം ബെയ്റൂത്ത് വാസികൾക്ക് കാളരാത്രിയായിരുന്നു സമ്മാനിച്ചത്. മിസൈൽ വീണ് തീഗോളങ്ങൾ ഉയർന്ന് സ്ഫോടനമുണ്ടാകുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായ ഹാഷിം സഫീദിനെ ഇസ്രായേൽ വധിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹാഷിം സഫീദിന്റെ വിവരമില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നസ്രള്ളയുടെ ബന്ധുവാണ് ഹാഷിം സഫീദി. 1964-ൽ തെക്കൻ ലെബനിലെ ദേർഖൂൻ അൽ നഹറിൽ സഫീദീൻ ജനിച്ചു. ഇറാഖിലും ഇറാനിലും മതപഠനം നടത്തി. 94 മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി. അന്നു മുതൽ നസ്രള്ളയുടെ പിൻഗാമിയായിട്ടായിരുന്നു അറിയപ്പെട്ടത്. ഇതിനിടെ തെക്കൻ ലെബനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തമാക്കിയത്. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2ാം ദിനമായ ബുധനാഴ്ചയും ഇസ്രായേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയത്. അതേസമയം ലെബനാനിലും ഗസയിലും വ്യോമാക്രമണം രൂക്ഷമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം. ദിവസങ്ങൾക്കിടെ മരണം 2000 കവിഞ്ഞ ലെബനാനിലുടനീളം ശനിയാഴ്ച വ്യാപക ആക്രമണം നടത്തിയിരുന്നു. ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയെ കൊലപ്പെടുത്തിയ ശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തി. ബെയ്റൂത്തിൽ പുതിയതായി കൂടുതൽ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയതിനാൽ പലായനം തുടരുകയാണ്. 2 ലക്ഷത്തിലേറെ ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തതായി അഭയാർത്ഥികൾക്കായുള്ള UN ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി എക്സിൽ അറിയിച്ചു. ലെബനാനിൽ 2000 പേർ കൊല്ലപ്പെട്ടതിൽ 127 കുട്ടികളും 261 സ്ത്രീകളുമുണ്ട്.